വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ഈ ഒരു അനുഭവം നിങ്ങൾക്കും ഉണ്ടായിട്ടോ. ഏത് രീതിയിലാണ് നിങ്ങൾക്ക് അനുഭവം ഉണ്ടായത് താഴെ കമൻറ്റ് ബോക്സിലേക്ക്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് റൂമിൽ വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു നമുക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യല്ലേ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ആകെ 2 സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു. ഒന്ന് എൻ്റെ 2 കൂട്ടുകാരന്മാർ, അവർക്ക് മാത്രമേ അറിയുണ്ടായിരുന്നുള്ളൂ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഞാൻ പിന്നെ വീഡിയോ എടുത്ത് പോയപ്പോൾ ഒരു കൂട്ടുകാരെത്തിയതു ഞാൻ വീഡിയോ ഒരു ഹോസ്റ്റൽ ഗ്രൂപ്പിൽ വിട്ടു. അങ്ങനെ ഈ ഹോസ്റ്റൽ ഗ്രൂപ്പിനകത്ത് ക്ലാസ് ഗ്രൂപ്പിലെത്തി. അങ്ങനെ ഒത്തിയത് എല്ലാവരും അറിയിട്ടു ഓക്കെ എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് എന്നൊക്കെ അവരെന്നെ കുറേ പുറ്റിച്ചു. സപ്പാനെ എനിക്ക് യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴത്തേയും വീട്ടുകാരോട് ഫോണൊക്കെ എടുത്ത് ഞാനിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തു. വീട്ടിൽ കഴിപ്പില്ല യൂട്യൂബ് ചാനൽ വീട്ടുകാരൊന്നും പറഞ്ഞില്ല ഓക്കെ നീ തുടങ്ങിക്കോ ബ്ലോഗ് കൊടുത്തു കൂടെ ചെയ്ത് പഠിച്ചാൽ മതിയാവും. അങ്ങനത്തെ ഇത് കൂട്ടുകാരന്മാർ ഇതൊക്കെ. പിന്നെ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴേക്കും എന്താ ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ പറയുമ്പോൾ എനിക്ക് വേറെ പണിയൊന്നുമില്ല വലിയ പണിക്ക് പോയിക്കൂടെ. അപ്പോൾ പുതിയ യൂട്യൂബേഴ്സ് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അവർ വീഡിയോ എടുക്കുമ്പോഴും അതല്ലെങ്കിൽ ഒരാൾ ചോദിക്കുന്നു എന്താണ് ഇനി ജോലി എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും കണ്ടൻറ് ക്രിയേഷൻ അതല്ലെങ്കിൽ വ്ളോഗ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവർ പറയും നിനക്ക് വേറെ പണിയൊന്നുമില്ല വലിയ പണിയെടുത്ത് ജീവിച്ചൂടെ. ഇങ്ങനെ 10 പേര് പരിഹസിക്കാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. ഈ പരിഹസിക്കുന്നവരോട് പരിഹസിച്ചോട്ടെ. ഇത് വിചാരിച്ച് നമ്മൾ യൂട്യൂബ് പകുതി അതിൽ കണ്ടൻറ് ക്രിയേഷൻ പകുതി വഴി നിർത്തി പോകാതെ അങ്ങനെ പോയാൽ നിങ്ങൾക്ക് നഷ്ടം. അവർക്കൊന്നും വരാൻ പോണില്ല, നിങ്ങൾക്ക് നഷ്ടമാണ്. ആ പരിഹസിക്കുന്ന ആ 10 പേര് പരിഹസിച്ചോട്ടെ. പക്ഷേ ഒരു ദിവസം നമ്മൾ ആ യൂട്യൂബ് ചാനലിൽ നിന്ന് നല്ല രീതിയിൽ ഏണിങ്സ് വാങ്ങി നമ്മൾ മുന്നോട്ട് പോയി പരിഹസിച്ച 10 പേര് നമ്മുടെ കൂടെ വരും. അപ്പോൾ ഇങ്ങനെ പരിഹസിച്ച് ചാനൽ നിർത്താൻ പോകുന്നില്ല. ഒരിക്കലും ചാനൽ നിർത്താതെ നല്ല രീതിയിൽ മുന്നോട്ട് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഉയരങ്ങളിലെത്തുക. എന്നിട്ട് അതിൽ നിന്ന് നല്ലൊരു ഏണിങ്സ് വാങ്ങി അവർക്ക് കാണിച്ചു കൊടുക്കുക ഓക്കെ ഒരു കണ്ടൻറ് ക്രിയേഷൻ ചെയ്താൽ ഞങ്ങൾക്കും സക്സസ് ആവാൻ പറ്റുമെന്ന് അവർക്ക് രീതി കാണിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ യൂട്യൂബ് മുന്നോട്ട്. കാരണം ഈ ഒരു പ്രയാസം ഞാനും കേട്ടതാണ്. പക്ഷേ ഇന്നും ഞാനിപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് വലിയ പണിക്കും പോയിക്കൂടെ ഇരുന്ന് പഠിച്ചുകൂടെ ഇങ്ങനെ കണ്ടൻറ് ക്രിയേഷൻ ചെയ്തു. അപ്പം എൻ്റെ ഒരു വായിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിൽ നിന്നൊരു ഏണിങ്സ് വാങ്ങിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളും ഒരിക്കലും തളരാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി നല്ല രീതിയിൽ വീഡിയോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്താണ് അനുഭവം എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു അടിപൊളി വീഡിയോ ഓണത്തിന് ബൈ.